ലെനിൻ എന്തൊക്കെ വിശേഷം? നല്ല വിശേഷം. നീ എവിടെയായിരുന്നു? കുറെ നാളെ കണ്ടിട്ട്. പുറത്തായിരുന്നടാ. പുറത്താ? പിന്നെ ആരോർത്ത്? ആരുടെയും പുറത്തല്ല, ദുബായിലായിരുന്നു. ദുബായിലാ? ഷെയ്ക്കിന്റെ അണ്ടറല്ലേ? നീയാ? പിന്നെ ഷെയ്ക്ക് അടിക്കല അവിടെ? ഷെയ്ക്ക് അടിക്കലല്ലേ? എനിക്ക് നല്ല വലിയ നിലകളിലുള്ള ജോലി. വലിയ നിലകളിലാ? ഞാൻ അവിടെ ഒരു ഷെയ്ക്കിന്റെ ശരിക്കും ഇവിടെ ചെന്നിട്ട് വേറെ ജോബിന് വേണ്ടിയാ പോയത്. ബ്യൂട്ടിഫുൾ ജോലിയായിരുന്നു. പക്ഷെ എന്റെ പ്രവർത്തന മണ്ഡലം കണ്ടപ്പം ആൾക്ക് ഭയങ്കര ഇഷ്ടമായി പോയി. അല്ല, നീ 10ാം ക്ലാസ് ജയിച്ചോ? ആൾക്കാരോടൊന്നും പറയില്ലടാ. 10ാം ക്ലാസ് ഒക്കെ ഞാൻ എഴുതിയെടുത്തായിരുന്നു ഡിസ്റ്റന്റ് ആയിട്ട്. അല്ല, 10ാം ക്ലാസ് എഴുതാണ്ട് ഇങ്ങനെ? ഇല്ല, അത് എഴുതി പിന്നെ എടുത്തു. ഞാൻ പിന്നെ ഡിഗ്രി എടുത്തു, PhD എടുത്തു. അങ്ങനെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഷെയ്ക്ക് എന്റെ പ്രവർത്തനം കണ്ടപ്പോൾ ആള് പറഞ്ഞു എന്റെ കൂടെ കുടിക്കാൻ മോനെ പറഞ്ഞു. അപ്പൊ കൂടി. പിന്നെ ഇപ്പം ഷെയ്ക്കിന്റെ അണ്ടറിലാണ്, വേറെ ലെവലിലാണ്. പിന്നെ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോവാ. സെറ്റപ്പ് ആയിരുന്നു നീ? ആ സെറ്റപ്പിലാ. അപ്പൊ എത്ര നാളെ വന്നിട്ട്? ഞാൻ 3 ദിവസമായിട്ടുള്ളൂ. 3 ദിവസമായിട്ടുള്ളൂ? നീ ഇപ്പൊ എന്താ പരിപാടി? എനിക്ക് ഇവിടെ ആകെ ശോകണ്ടൊക്കെ. ജോലി റെഡി ആയിട്ടില്ല. ആണോ? എന്ത് ഇപ്പം വേറെ ഒന്നും ചെയ്യുന്നില്ല? ഒന്നും ആയിട്ടില്ല. ഒന്നും ഇങ്ങോട്ട് ചെയ്തിട്ട് ശരിയാവണില്ല. പാർട്ട് ടൈം ആയിട്ട് പോലും ഒന്നുമില്ല? പാർട്ട് ടൈം ആയിട്ട് നോക്കണുണ്ട്, പക്ഷെ ഒന്നും റെഡി ആവണില്ലടാ. എടാ, നീ വലിയ സെറ്റപ്പ് ഒക്കെ ആണല്ല. എന്തെങ്കിലും കൊണ്ടുവരണ്ട? സാധനമൊക്കെ കൊണ്ടുവരണ്ട? കുപ്പി അതൊക്കെ അതൊക്കെ നല്ല. മറ്റന്മാരൊക്കെ എന്താ ചെയ്യുന്നത്? മെറ്റന്മാര് അവരൊക്കെ പോയല്ല, പുറത്തേക്ക് പോയല്ല. ആണോ? വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇവിടെ മറ്റേ ഇവനുണ്ട്, ആദ്യണ്ട്. ആ, അവനിപ്പോ മീൻ കച്ചവടം. ആണോ? ലാഭം ഉണ്ടോ? അത് കുഴപ്പമില്ലാന്നൊക്കെ പറയുന്നുണ്ട്. എന്നെ വിളിച്ചാണ് ഷെയർ ഇടാൻ വേണ്ടിട്ട്. പക്ഷെ നമുക്ക് മീൻ്റെ ഇത് നാറ്റൊക്കെ അതുകൊണ്ട് നമ്മുടെ നിലമേലൊക്കെ നോക്കണ്ടേ? ശരിയാണത്. നമ്മിപ്പോ ജോലിയൊന്നും ഇല്ലെങ്കിലും നമ്മുടെ നിലമേലൊക്കെ നോക്കണല്ല. അല്ല, അതൊക്കെ ചെറിയ രമേശേ. പക്ഷെ എനിക്ക് തോന്നുന്നു നാട്ടിൽ കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അത് പുറത്തൊന്നും കിട്ടും. നാട്ടില് വെറുതെ ചുമ്മാ അടക്കം എങ്ങനെയാ? നല്ല സുഖല്ലേ? ഞാൻ കാണിച്ചേട്ടെ ആദ്യയുടെ നമ്പർ നമുക്ക് വേണമെങ്കിൽ ആ ബിസിനസ് ഒന്നും കൂടെ നാട്ടിലൊന്ന് സെറ്റപ്പ് ആക്കി. എന്തൊരു മീൻ കച്ചവടം? ഓ ശരിയാവില്ലടാ, അത് നമുക്ക് പറ്റിയ പണിയല്ലേ അത്. രമേശ, നമ്മുടെ നാട്ടിലെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ചൂട് ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയിലടക്കേ. ഞങ്ങൾക്ക് അവിടെയൊക്കെ പുറത്ത് പാർക്കിങ്ങിൽ വരെ ഈ പറഞ്ഞ AC, റോട്ടിൽ കൂടെ ഒക്കെ AC യാ. ഗൾഫിൽ ഇപ്പൊ അങ്ങനെ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നല്ല സുഖം അവിടെ. അവിടെ കളറൊക്കെ മാറിയണ്ടില്ലേ? ആ, നീ കറുത്തായിരുന്നില്ല, നോക്കിയപ്പോ വെളുത്ത അകത്തുടുത്ത് നല്ല സുന്ദരനായിട്ടുണ്ടാ. സെറ്റപ്പിൽ അവിടെ ജീവിതമൊക്കെ. നമ്മള് AC കാറിൽ പോണു, AC കാറിൽ തിരിച്ചു വരുന്നു. AC ഭയങ്കര സെറ്റപ്പാണല്ലേ? സെറ്റപ്പ്. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഷെയ്ക്കിന്റെ വൈഫ് എനിക്കൊരു ഓഫറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ഓഫർ? പുള്ളിയുടെ മോളെ കെട്ടിക്ക